ഇന്നത്തെ അറിയിപ്പുകൾ. ജൂലൈ മാസത്തെ ട്രിപ്പ് ചാർട്ട് പുറത്തിറക്കി KSRTC ബജറ്റ് ടൂറിസം സെൽ. ദീർഘദൂര യാത്രകൾക്കായി 5 പുതിയ ട്രിപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ ചാർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇക്കോ ടൂറിസം സെന്ററായ പൊല്ലിയം തുരുത്ത്, പാലക്കാട് അട്ടപ്പാടി മേഖലയിലെ ഓക്സി വാലി, പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ, കോട്ടയം, തൃശൂർ, നാലമ്പല തീർത്ഥാടനം എന്നിവയാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രിപ്പുകൾ. രാവിലെ 5-ന് ആരംഭിച്ച് രാത്രി 10 മണിക്ക് അവസാനിക്കുന്ന ഇല്ലിക്കൽ കല്ല് ഇലവീഴാംപൂഞ്ചിറ യാത്രയ്ക്ക് 820 രൂപയാണ് നിരക്ക്. വാഗമൺ യാത്രയ്ക്ക് 1020 രൂപയാണ് നിരക്ക്. ബസ് യാത്രാ ചാർജിനൊപ്പം ഉച്ചഭക്ഷണം കൂടി പാക്കേജിൽ ഉൾപ്പെടും. ജൂലൈ 10, 18, 30 ദിവസങ്ങൾ ഗവി യാത്രയും ചാർട്ട് ചെയ്തിട്ടുണ്ട്. 1750 രൂപയാണ് നിരക്ക്. പാക്കേജിൽ അടവി, കുട്ടവഞ്ചി സവാരി, എല്ലാ പ്രവേശന ഫീസുകളും, ഗൈഡ് ഫീ, ഗവി ഉച്ചഭക്ഷണം എന്നിവ ഉൾപ്പെടും. ജൂലൈ 12-ന് മൂന്നാർ, പൊന്മുടി, മലരിക്കൽ യാത്രകളാണുള്ളത്. ഒരു ദിവസത്തെ താമസം, ജീപ്പ് സഫാരി, ഉച്ചഭക്ഷണം ഉൾപ്പെടെ 2380 രൂപയാണ് നിരക്ക്. ജൂലൈ 13-ന് മാംഗോ മെഡോസ്, കന്യാകുമാരി എന്നിങ്ങനെ 2 യാത്രകൾ ഉണ്ടായിരിക്കും. മാംഗോ മെഡോസ് പ്രവേശന ഫീ, 2 നേരത്തെ ഭക്ഷണം ഉൾപ്പെടെ 1790 രൂപയാണ് നിരക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ ജേർണലിസം ലെക്ചർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും, ജേർണലിസത്തിൽ PG ഡിപ്ലോമയും, ഒപ്പം ടെലിവിഷൻ വാർത്താ വിഭാഗത്തിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 36,000 രൂപയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 15. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ തൊഴിലധിഷ്ഠിത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ GST കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 7 വരെ നീട്ടി. അംഗീകൃത സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. 1 വർഷത്തെ കോഴ്സിൽ 180 മണിക്കൂർ പരിശീലനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, പ്രവാസികൾ, റിട്ടയർ ചെയ്തവർ, മുതിർന്ന പൗരന്മാർ എന്നിവർ ഉൾപ്പെട്ട വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ടിക്കറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ച് യാത്രക്കാർക്കുള്ള അനിശ്ചിതത്വം നീക്കുന്നതിനായാണ് പുതിയ നടപടി. നിലവിൽ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പാണ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത്. ഇതാണ് 8 മണിക്കൂർ നേരത്തെയാക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ഇനി മുതൽ റിസർവേഷൻ ചാർട്ട് തലേന്ന് രാത്രി 9 മണിക്ക് തയ്യാറാക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് യാത്രക്കാർക്ക് ടിക്കറ്റ് റദ്ദായോ ഇല്ലയോ എന്ന കാര്യം നേരത്തെ അറിയാൻ പറ്റുമെന്നത് വലിയ നേട്ടമാണ്. മറ്റ് യാത്രാ സൗകര്യം തേടാനും ദൂരെ നിന്ന് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്കും ഇത് സഹായകരമാകും. പുതിയ മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് റെയിൽവേ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റെയിൽവേ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം പരിഷ്കരിക്കുന്നതാണ് മറ്റൊരു തീരുമാനം. സംവിധാനം പരിഷ്കരിക്കുന്നതോടെ ബുക്കിംഗ് കപ്പാസിറ്റി ഉയരും. പുതിയ സംവിധാനത്തിൽ മിനിറ്റിൽ 1.5 ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള പുതിയ സർവീസ് ആരംഭിച്ച് ആകാശ എയർ. ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് സർവീസുകൾ. ശനി, തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 6:10 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9:55 വിമാനം ജിദ്ദയിലെത്തും. ജിദ്ദയിൽ നിന്ന് തിരികെ അടുത്ത ദിവസം രാവിലെ 6:45 കൊച്ചിയിലേക്കുള്ള മടക്കം. ഞായറാഴ്ച പുലർച്ചെ 3 പുറപ്പെടുന്ന വിമാനം ജിദ്ദയിൽ രാവിലെ 7:45 രാത്രി 8:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പിറ്റേന്ന് രാവിലെ 10:10 ജിദ്ദയിലെത്തും.